നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തൻ്റെ പഴയ തട്ടകമായ മഞ്ചേശ്വരത്തല്ല ഇക്കുറി കെ സുരേന്ദ്രൻ മാറ്റുരയ്ക്കുക. അത് ഒരിക്കൽ താൻ മത്സരിച്ച കോന്നിയിൽ നിന്ന് തന്നെയായിരിക്കും. പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലം ബി.ജെ.പിക്ക് പൊതുവെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. നല്ല ബി.ജെ.പി വോട്ടുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കോന്നിയിൽ മത്സരിക്കാനുള്ള കരുക്കൾ കെ സുരേന്ദ്രൻ നീക്കുകയാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇതിന് പച്ചക്കൊടി കാണിച്ചിട്ടുമുണ്ട്. RSSനും സുരേന്ദ്രനെ കോന്നിയിൽ നിർത്തണമെന്ന ആഗ്രഹമാണ് ഉള്ളത്. ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ കോന്നിയിൽ വലിയ തോതിലുള്ള സമരങ്ങൾ ബി.ജെ.പിക്കും സംഘപരിവാർ സംഘടനകൾക്കും ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രൻ പലതവണ കോന്നിയിലെത്തി പല പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കോന്നി മണ്ഡലം പിടിക്കാൻ ഏറ്റവും മികച്ചയാൾ കെ സുരേന്ദ്രൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം വിശ്വസിക്കുന്നത്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും ഇതേ വിശ്വാസക്കാരാണ്. RSSന്റെ സംസ്ഥാന നേതൃത്വമാകട്ടെ കോന്നിയിൽ വേറെ സ്ഥാനാർത്ഥി വേണ്ടെന്നും സുരേന്ദ്രന് അവിടെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അവിടെ ജയിക്കാൻ കഴിയുമെന്നും അങ്ങനെ മധ്യ കേരളത്തിൽ ലഭിക്കുന്ന 3-4 സീറ്റുകളിൽ ഒന്ന് സുരേന്ദ്രൻ്റെ കോന്നി തന്നെയായിരിക്കുമെന്നുമൊക്കെയാണ് RSS നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. മഞ്ചേശ്വരത്ത് നിന്നാൽ സുരേന്ദ്രൻ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 2021 തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അവിടെ 3-ാം സ്ഥാനത്ത് പോയെന്ന് മാത്രമല്ല 2016 കേവലം 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തോറ്റത്. എതിർ സ്ഥാനാർത്ഥിക്ക് കേവലം 500 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ പിന്നീട് നിന്നപ്പോൾ കെ സുരേന്ദ്രൻ്റെ വോട്ടിംഗ് ശതമാനം വളരെയേറെ ഇടിഞ്ഞിരുന്നു. അതുകൊണ്ട് മഞ്ചേശ്വരം ഇനി സുരക്ഷിതമല്ല എന്നാണ് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നത്. മാത്രമല്ല മഞ്ചേശ്വരത്തെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് MLA അഷറഫ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. എല്ലാ വിഭാഗങ്ങൾക്കും അദ്ദേഹം സർവ്വസമ്മതനാണ്, നന്നായി പണിയെടുക്കുന്നയാളാണ്, ആളുകളുടെ ഒപ്പം പോകുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഇനി മഞ്ചേശ്വരത്തേക്ക് നോക്കണ്ട എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ സുരേന്ദ്രന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. കാരണം മഞ്ചേശ്വരം സീറ്റ് ഇനി ബി.ജെ.പി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കോന്നി സീറ്റിൽ ശ്രദ്ധ വയ്ക്കാൻ ബി.ജെ.പി നേതാക്കൾ കെ സുരേന്ദ്രനോട് പറഞ്ഞതും കെ സുരേന്ദ്രൻ അതിൽ വ്യക്തിപരമായി തന്നെ താല്പര്യമെടുത്തതും. സുരേന്ദ്രന് കോന്നിയിൽ നന്നായിട്ട് വോട്ട്, കാരണം 45% വോട്ട് പിടിക്കാൻ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് മത്സരിച്ചപ്പോൾ. അങ്ങനെ കാരണം മഞ്ചേശ്വരത്തും കോന്നിയിലും രണ്ടിടത്തും സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. എന്നാൽ മഞ്ചേശ്വരത്തെ ദയനീയമായ പരാജയം കോന്നിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് ഉയർത്തിയത് കൊണ്ട് മുഖം രക്ഷിക്കാൻ സാധിച്ചിരുന്നു. മഞ്ചേശ്വരത്തും കോന്നിയിലും രണ്ടിടത്തും ശ്രദ്ധിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് വിജയിക്കാൻ കഴിയാതെ പോയതെന്നും കോന്നിയിൽ തന്നെ മത്സരിച്ചാൽ MLA ആകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നും അവിടെ ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനമുണ്ടെന്നും RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾക്ക് കോന്നിയിൽ നല്ല വേരോട്ടമുണ്ടെന്നും പലരും പറയുന്നുണ്ട്. അത് കെ സുരേന്ദ്രനെയും പാർട്ടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തും കോന്നിയിൽ നിന്നും മത്സരിച്ച് ഹെലികോപ്റ്ററിൽ നടന്ന സുരേന്ദ്രനോട് ആളുകൾക്ക് അല്പം അതൃപ്തിയൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം 2 മണ്ഡലത്തിലും പരാജയപ്പെടാൻ കാരണം. എന്നാൽ ഇത്തവണ കോന്നിയിൽ അങ്ങനെയല്ല, കെ സുരേന്ദ്രൻ നിന്നാൽ വിജയിക്കുമെന്ന് ബി.ജെ.പി ഉറപ്പിച്ച് പറയുന്നു. മറ്റ് സാമുദായിക സമവാക്യങ്ങളും നായർ ഈഴവ സമുദായങ്ങളെല്ലാം തന്നെ സുരേന്ദ്രന് അവിടെ അനുകൂലമാണ്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ നിന്നും മത്സരിക്കുമെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.